ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്, ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കോഴിക്കോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിസിറ്റിംഗ് ഫാക്കൽറ്റി നിയമനത്തിന് ജനുവരി 2 രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ 50% മാർക്കോടെ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദവും 2 വർഷത്തെ അധ്യാപന പരിചയം എന്നീ യോഗ്യതയുള്ളവർ നിങ്ങളുടെ യോഗ്യതകൾ തെളിയിക്കുന്ന രേഖകൾ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവണം. ഹോട്ടൽ മാനേജ്മെൻറ്റ് വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനത്തിനുള്ള അഭിമുഖം ജനുവരി 2 രാവിലെ 11 നടക്കും. ഹോട്ടൽ മാനേജ്മെൻറ്റ് ബിരുദത്തോടൊപ്പം ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് പങ്കെടുക്കാം. നാഷണൽ ഹോസ്പിറ്റാലിറ്റി ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ നിങ്ങളുടെ വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പുകളും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ കൃഷി വകുപ്പിന് കീഴിൽ സംഘടിപ്പിക്കുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ സർവീസ് ഫോർ ഇൻപുട്ട് ഡീലേഴ്സ് എന്ന പരിശീലന പരിപാടിയിലേക്ക് പ്രതിമാസം 25,000 രൂപ നിരക്കിൽ 1 വർഷത്തേക്ക് ഫെസിലിറ്റേറ്ററെ നിയമിക്കുന്നുണ്ട്. നിശ്ചിത യോഗ്യതയുള്ളവർ വിശദമായ ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന രേഖകൾ എന്നിവ സഹിതം ആത്മ പ്രോജക്ട് ഡയറക്ടർ, തടമ്പാട്ടുതാഴം, വേങ്ങേരി എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ടോ 2026 ജനുവരി 3 വൈകിട്ട് 5 മണിക്കകം അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം HDSന് കീഴിൽ റേഡിയോഗ്രാഫർ ഒഴിവിലേക്ക് 1 വർഷത്തേക്ക് ട്രെയിനികളെ നിയമിക്കുന്നുണ്ട്. യോഗ്യത DRD അല്ലെങ്കിൽ DRRT ആണ്. പ്രായപരിധി 18 മുതൽ 35 വയസ്സ് വരെയാണ്. അഭിമുഖം ജനുവരി 3 രാവിലെ 11:30 IMCH സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. അടുത്തത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സ്ക്രബ് നഴ്സ് തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി അല്ലെങ്കിൽ BSc നഴ്സിംഗ് യോഗ്യതയോടൊപ്പം 1 വർഷ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, മേൽവിലാസം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ, ബയോഡേറ്റ, ഐഡന്റിറ്റി തെളിയിക്കുന്ന ഏതെങ്കിലും രേഖ എന്നിവ സഹിതം ജനുവരി 3 രാവിലെ 10 മണിക്കകം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് പാലക്കാട് ജില്ലയിലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ പെയിന്റർ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. 10ാം ക്ലാസ്സും പെയിന്റിങ്ങിൽ ITI സർട്ടിഫിക്കറ്റുമാണ് യോഗ്യത. 2025 ജനുവരി 1 18-നും 41-നും മധ്യയാണ് പ്രായപരിധി. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജനുവരി 5-ന് മുൻപായി അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അടുത്തത് പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനായി സംഘടിപ്പിക്കുന്ന ജോബ് ഡ്രൈവ് ജനുവരി 3 നടക്കും. രാവിലെ 10-ന് പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിലാണ് ജോബ് ഡ്രൈവ് നടക്കുക. 3 സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലേക്കുള്ള കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ്, ടെലികോളിംഗ്, സോഷ്യൽ മീഡിയ അഡ്മിൻ, സ്വീപ്പർ, ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ, ടെറിട്ടറി മാനേജർ, ക്ലസ്റ്റർ മാനേജർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തുന്നത്. താല്പര്യമുള്ള 10ാം ക്ലാസ്, +2, ഡിഗ്രി, PG യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേളയുടെ ഭാഗമാവാം. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം പാലക്കാട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ജനറൽ മെഡിസിൻ വിഭാഗത്തിലേക്ക് ECG ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി, ബാച്ചിലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി അല്ലെങ്കിൽ പ്രവൃത്തി പരിചയത്തോടു കൂടിയ VHSC എന്നിവയാണ് യോഗ്യതകൾ. 35 വയസ്സാണ് ഉയർന്ന പ്രായപരിധി വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രായം, യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം ജനുവരി 3 രാവിലെ 10:30 മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ CCM ഹാളിൽ നടക്കുന്ന അഭിമുഖത്തിന് നേരിട്ട് ഹാജരാവേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.